ദേശീയപാത 66 ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഉറപ്പ്. 2026 പുതുവത്സര സമ്മാനമായി പാത സമർപ്പിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. സ്ഥലമേറ്റെടുപ്പിൽ കേരളം ചെലവാക്കിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നത് കേന്ദ്രം പരിഗണിക്കുമെന്നും ഗഡ്കരി അറിയിച്ചു. NH തകർന്ന കൂരിയാട് 360 മീറ്ററിൽ തൂണിന്മേൽ പാത നിർമ്മിക്കും. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിന് അനുമതിയായി. കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ, കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേ, കാലിക്കറ്റ് എയർപോർട്ട് റോഡ് വികസനം എന്നിവയ്ക്കും അനുമതി കിട്ടിയിട്ടുണ്ട്. സമയബന്ധിതമായി ഈ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇപ്പോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്നിടത്ത് 360 മീറ്റർ വയഡക്റ്റ് നിർമ്മിക്കുമെന്നുള്ള നേരത്തെ അറിയിച്ച വിവരം അത് ഉറപ്പുവരുത്താൻ തീരുമാനം ഇന്നത്തെ മീറ്റിങ്ങിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വീഴ്ചയുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കരാർ കമ്പനിയെ തുടർ പ്രവർത്തനങ്ങളിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും തെറ്റായ പ്രവണതകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും അതിനോട് സന്ധി ചെയ്യരുത് എന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ശരിവെച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ പരിശോധിക്കുമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചിട്ടുണ്ട്. നിർമ്മാണത്തിൽ ഒരു തരത്തിലുള്ള അപാകതയും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് ഇടപെടുമെന്ന് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും ശരത്ലാൽ ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ അനുസരിച്ച് സമയബന്ധിതമായി പ്രവർത്തികൾ പൂർത്തീകരിക്കും. ഡിസംബറിൽ NH66 പദ്ധതി പൂർത്തിയാക്കുമെന്നൊരു ഉറപ്പ് നിതിൻ ഗഡ്കരി നൽകി എന്നാണ്. മാത്രമല്ല കേരളത്തിന് 2026 ഉള്ളൊരു പുതുവത്സര സമ്മാനം എന്നുകൂടി പറയുന്നു. നിരവധി പ്രഖ്യാപനങ്ങളുണ്ട്, നിരവധി അനുമതികളുണ്ട്. എങ്ങനെയായിരുന്നു ഇന്നത്തെ കൂടിക്കാഴ്ച? മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു? കേരളത്തിൽ വളരെ ആരോഗ്യപരമായും സൗഹൃദപരമായ ഒരു കൂടിക്കാഴ്ചയും ചർച്ചയുമെന്നാണ് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത്. ദീർഘനേര സമയമെടുത്ത ചർച്ച നടത്തി കാര്യങ്ങൾ വിശകലനം ചെയ്തു. ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ മന്ത്രിമാരും ഈ ചർച്ചയിൽ പങ്കെടുത്തു എന്നാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ കേരളം കാത്തിരുന്ന 3 അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടത് പാലക്കാട് കോഴിക്കോട് 135 കിലോമീറ്റർ ദേശീയപാതയിൽ ഗ്രീൻഫീൽഡിന് അനുമതി നൽകും എന്നുള്ളതാണ്. ജൂലൈയിൽ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കുമെന്നും മുഹമ്മദ് റിയാസ് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി നേരിട്ട് തന്നെ ഉറപ്പ് നൽകി. അതേപോലെ തന്നെ ചെങ്കോട്ട കൊല്ലം ഗ്രീൻഫീൽഡിനും സെപ്റ്റംബറിൽ ഉത്തരവ് ഇറക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുപോലെ വളരെ പ്രധാന എറണാകുളത്തെ ബൈപ്പാസ്, അതായത് എറണാകുളത്തെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിക്കും അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഉത്തരവും ജൂലൈ അവസാനത്തോടെ പുറത്തിറങ്ങുമെന്നും മുഖ്യമന്ത്രിയോട് കേന്ദ്രമന്ത്രി അറിയിച്ചതായി മുഹമ്മദ് റിയാസ് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മലബാറിലെ അതായത് മലബാറിലെ വിമാന യാത്രക്കാർക്ക് ഏറെ സൗകര്യം ചെയ്യുന്ന 2 പുതിയ 4 വരി പാതയ്ക്കും കേന്ദ്രം അനുമതി നൽകിയിരിക്കുകയാണ്. ഒന്ന് ദേശീയപാത 66 നിന്ന് കണ്ണൂർ എയർപോർട്ടിലേക്കും അതേപോലെ രാമനാട്ടുകരയിൽ നിന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്കുമുള്ള 4 വരി പാതയാണ് ഇപ്പോൾ കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ വളരെ ആരോഗ്യപരമായ സൗഹൃദപരമായ ഒരു ചർച്ച നടന്നു. അതുമാത്രമല്ല മുഹമ്മദ് റിയാസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കേരളം ആവശ്യപ്പെട്ട 2 കാര്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചു. ഒന്ന്, നിർമ്മാണം അതായത് സമയബന്ധിതമായി പൂർത്തിയാക്കുക. 2, നിർമ്മാണ പ്രവർത്തനങ്ങളിലെ പിഴവുകൾ കർക്കശമായി നേരിടുക. ഇത് രണ്ടും കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയിട്ട് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിനോടൊപ്പമാണ്, NHAIയോടൊപ്പമാണ് സംസ്ഥാന സർക്കാർ എന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. അതേപോലെ തങ്ങൾ ഈ ദേശീയപാത യാഥാർത്ഥ്യമാക്കാൻ എടുത്ത നടപടികളെ കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. അതുകൊണ്ടാണ് ഇത്തരം നടപടികൾ എടുത്തത്. ഡിസംബറിൽ 6 മുഖ്യമന്ത്രിയും ഗഡ്കരിയും താനും കുന്ന കൂടിക്കാഴ്ചയിൽ കേന്ദ്രം ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും 6 മാസം പൂർത്തീകരിച്ചു. അനുമതി നൽകുക എന്ന ഒരു അവകാശബോധവും ലക്ഷ്മി